Today we are doing Keats' poem Ode on a Grecian Urn. Ode on a Grecian Urn. Ode, you know, ode is a lyric which deals with a serious theme. It is written or composed in a dignified language, and it is often in the form of an address to someone or somebody. That is what an ode is. Ode on a Grecian Urn by John Keats. His period was between 1795 and 1831. John Keats, like P.B. Shelley, belonged to the second generation of romantic poets. His personal life was exceedingly tragic. അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം വളരെയധികം ട്രാജിക്കായിരുന്നു. He lost his father early. Then came his mother's death. Tuberculosis was a hereditary disease in his mother's family. ജോൺ കീറ്റ്സിൻ്റെ അമ്മയുടെ കുടുംബത്തിലെ ഒരു പാരമ്പര്യ രോഗം തന്നെയായിരുന്നു ക്ഷയരോഗം, ട്യൂബർക്കുലോസിസ്. Soon after, Keats had to watch his own brother sinking with the deadly disease. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ ക്ഷയരോഗം ബാധിച്ചു മരിക്കുന്നത് കീറ്റ്സിനെ കാണാനിടയായി. This was followed by the detection of TB symptoms in himself. തുടർന്ന് കീറ്റ്സിന് തന്നെ TB symptoms ലക്ഷണങ്ങൾ കീറ്റ്സിൽ തന്നെ കണ്ടു തുടങ്ങി. And this deadly disease surfaced when he had fallen in love with a girl named Fanny Brown. ഫാനി ബ്രൗൺ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി അയാൾ പ്രണയബന്ധത്തിലായ ആ സമയത്താണ് കീറ്റ്സിന് ഈ ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. അപ്പോൾ പ്രേമം എന്ന് പറയുന്നത് ആധി ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ ആധി ഇദ്ദേഹത്തിൻ്റെ വ്യാധി വർദ്ധിപ്പിച്ചു. അറ്റ് ദി യങ് ഏജ് ഓഫ് 26 he was dead. At the young age of 26 Keats was dead. 26-ാമത്തെ വയസ്സിൽ കീറ്റ്സ് മരണപ്പെട്ടു. Keats wrote his first poem, Imitation of Spenser. Imitation of Edmund Spenser. Imitation of Spenser at 18, when he was just 18. He had only 7 years on the world after that. അതിനുശേഷം പിന്നെ കഷ്ടിച്ചൊരു 7 വർഷക്കാലം ജീവിച്ചിരുന്നു. If only he had lived a little longer, and if only he had got an encouragement, he might have blossomed into another William Shakespeare, another Shakespeare. അദ്ദേഹത്തിന് കുറച്ച് കാലം കൂടി ജീവിക്കാൻ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ, കുറച്ച് പ്രോത്സാഹനം കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു വില്യം ഷേക്സ്പിയർ ആകാൻ കഴിയുമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. ഈവൻ ആസ് ഇറ്റ് ഈസ്, എന്നിട്ട് പോലും മാത്യു ആർണോൾഡ് ഡിക്ലെയർഡ് അബൌട്ട് കീറ്റ്സ്, he is with Shakespeare. So this was the opinion of Matthew Arnold about John Keats. He is with Shakespeare. അദ്ദേഹം ഷേക്സ്പിയറിനൊപ്പമാണ്. He is almost equal to Shakespeare. This was what Matthew Arnold commented on John Keats. Keats is now chiefly remembered for his odes. ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്, പലതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഹിസ് ഫെയിം മെയിൻലി ഓർ ചീഫ്ലി ഓർ ഇമ്പോർട്ടൻ്റ്ലി റെസ് ഓൺ ഹിസ് ഓഡ്സ്. അദ്ദേഹത്തിൻ്റെ ഓഡ്സിലാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഏറെയും അടങ്ങിയിരിക്കുന്നത്. ഹിസ് മോസ്റ്റ് ഫേമസ് ഓഡ്സ് ആർ ഓഡ് ടു നൈറ്റിംഗേൽ, ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ അവർ പോയം, and Ode to Autumn. The poem Ode on a Grecian Urn is inspired by his visit to the British Museum. ഒരിക്കൽ കീറ്റ്സ് ലണ്ടനിലുള്ള ബ്രിട്ടീഷ് മ്യൂസിയം സന്ദർശിക്കാനിടയായി. He was attracted by the Elgin marbles which were brought from Athens to London by Lord Elgin. Lord Elgin പുരാവസ്തുക്കളിൽ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹം ഗ്രീസിലെ ഏഥൻസിൽ നിന്നും കുറേ മാർബിൾ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു. മാർബിൾ സാധനങ്ങൾ കൊണ്ടുവരികയും അദ്ദേഹം ബ്രിട്ടീഷ് മ്യൂസിയത്തിന് സംഭാവന ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ കണ്ട എൽജിൻ മാർബിൾസിൽ പ്രത്യേക താല്പര്യമുണ്ടായി. എസ്പെഷ്യലി ഹി വാസ് അട്രാക്റ്റഡ് ബൈ ആൻ ഏൻഷ്യൻ്റ് ഗ്രീക്ക് urn. He was specially attracted by an ancient Greek urn which had pictures on it.
2-3 ചിത്രങ്ങൾ ഉണ്ടായിരുന്ന ആൻ ഏൻഷ്യൻ്റ് ഗ്രീക്ക് ഏൺ, അതാണ് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ ഹഠാതാകർഷിച്ചത്. ഏൺ മീൻസ് എ വെസൽ ഫോർ പ്രിസർവിങ് ദി ആഷസ് ആൻഡ് ബോൺസ് ഓഫ് ദി ഡെഡ്. മരിച്ചവരുടെ അസ്ഥികഷ്ണങ്ങളും ചാരവും സൂക്ഷിക്കാനുള്ള ആ കുടം, ചിതാഭസ്മ കലശം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇറ്റ് ഇൻ മലയാളം, ചിതാഭസ്മ കലശം. അതാണ് ഏൺ എന്ന് പറയുന്നത്. പ്രാചീന ഗ്രീസിലും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെ തന്നെ മരിച്ചവരുടെയൊക്കെ ചിതാഭസ്മ കലശങ്ങൾ അവർ വെള്ളത്തിലൊന്നും കൊണ്ട് ഒഴുക്കില്ല, പക്ഷെ അവരവരുടെ വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. വളരെ മനോഹരമായി ചിത്രപ്പണികളൊക്കെ ചെയ്ത ചിതാഭസ്മ കലശങ്ങളിൽ വീട്ടിലൊക്കെ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു പ്രാചീന ഗ്രീസിൽ. അതാണ് ഏൺ എന്ന് പറയുന്നത്. ഏൺ, യു ആർ എൻ ഏൺ. ദി സെൻട്രൽ തീം ഓഫ് ദി പോയം ഈസ് ദി കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ art and life. The central theme of the poem is the contrast and difference between art and life. കലയും ജീവിതവും തമ്മിലുള്ള വൈജാത്യം, ആ വ്യത്യാസമാണ് ഇതിലെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത്. വൈ ലൈഫ് ഈസ് ഫ്ലീറ്റിംഗ്, ആർട്ട് ഈസ് ഇമ്മോർട്ടൽ. ലൈഫ് ഈസ് ഫ്ലീറ്റിംഗ്, ജീവിതം ഇങ്ങനെ പാഞ്ഞ് പാഞ്ഞ് അപ്രത്യക്ഷമാകുന്നതാണെന്നുണ്ടെങ്കിൽ, ഇല്ലാതാകുന്നതാണെങ്കിൽ, ആർട്ട് ഈസ് ഇമ്മോർട്ടൽ, മരണമില്ലാത്തതാണ്. Art is permanent, whereas life is impermanent. Ars longa vitae brevis. Ars longa vitae brevis. Thus goes a saying in Latin language. ജീവിതം വളരെ ചുരുങ്ങിയ കാലത്തേക്കേ ഉള്ളൂ, കല എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. അതാണ് ഇതിലെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത്. The trees pictured in the urn never shed their leaves. The trees pictured on the urn never shed their leaves. സാധാരണ നമ്മൾ കാണുന്ന ഭൂമിയിലെ മരങ്ങൾ കൂടെ ഈ ഏണിൽ ചിത്രീകരിച്ചിരിക്കുന്ന അവർക്കൊരിക്കലും ഓട്ടം സീസൺ വരില്ല, ഇലകൾ കൊഴിക്കേണ്ടിയും വരില്ല. The lover shown in the picture will never lose his interest in love. മനുഷ്യർക്കിടയിൽ പോലെയല്ല, ഇതിലൊരു ലവറുണ്ട്. പണ്ടെങ്ങോ BC ഉണ്ടാക്കിയ ഒരു ചിതാഭസ്മ കലശമാണ്. അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ആ ഒരു കാമുകന് അവൻ്റെ ആ പ്രണയിനിയിലുള്ള ഇഷ്ടം, അവൻ്റെ പ്രണയത്തിലുള്ള താല്പര്യം ഒരിക്കലും നഷ്ടപ്പെടില്ല. സോ ദാറ്റ് ഈസ് ക്വയർ ഡിഫറെൻറ്റ് ഫ്രം സംതിങ് വി സീ എമംഗ് അവേഴ്സെൽസ്. നമുക്കിടയിൽ കാണുന്നത് പോലല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ശാശ്വതമായ പ്രണയമാണ് ഇതിലെ ലവറിനുള്ളത്. അതാണ് കലയും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. ദി പോയം ഓഡ് ഓൺ എ ഗ്രീഷ്യൻ urn is written in the form of a regular ode. It is organized in 10-line stanzas. 10 ലൈനുള്ള സ്റ്റാൻസുകളായിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ബിഗിനിങ് വിത്ത് A.B.A.D. റൈം സ്കീം ആൻഡ് എൻഡിങ് വിത്ത് എ മിൽട്ടോണിക് സെസ്റ്ററ്റ്. മിൽട്ടോണിക് സെസ്റ്ററ്റ്. സെസ്റ്ററ്റ് മീൻസ് എ സെക്ഷൻ വിത്ത് 6 lines. Miltonic sestet. First and 6 stanzas have the rhyme pattern C-D-E, D-C-E, C-D-E, D-C-E, and second stanza has the rhyming pattern C-D-E, C-E-D, C-D-E, C-E-D, and third and fourth stanzas have the rhyming pattern C-D-E, C-D-E. Thus it has 5 stanzas with 10 lines each. The 5 stanzas are metered in iambic pentameter. Iambic, you know, it is a meter in which unstressed is followed by a stressed syllable. Iambic pentameter. So the poem begins. The poem is addressed to an ancient Grecian urn. നമ്മൾ മനസ്സിലാക്കണ ഈ കവി ഏതാണ്ട് അവസാന ഭാഗം വരെ, അവസാനത്തെ ഒരു ലൈൻ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം അഭിസംബോധന ചെയ്യുന്നത് ഈ ഏണിനോടാണ്. തുടക്കത്തിൽ പറയുന്നു, ഈ ഏണിനോട് തന്നെ പറയുന്നു, ദൗ അൺറാവിഷ്ഡ് ബ്രൈഡ് ഓഫ് ക്വയറ്റ്നസ്, ദൗ ഫോസ്റ്റർ ചൈൽഡ് ഓഫ് സൈലൻസ് ആൻഡ് സ്ലോ ടൈം, സിൽവൻ ഹിസ്റ്റോറിയൻ who canst thus express a flowery tale more sweetly than our rhyme. What leaf-fringed legend haunts about thy sheep, of deities or mortals or of both, in Tempe or the dales of Arcady?
What men or gods are these? What maidens loath? What mad pursuit? What struggle to escape? What pipes and timbrels? What wild ecstasy? So at the opening section, the poet makes a casual picture of the pictures seen on the urn. Actually, the urn has 3 pictures. 3 ചിത്രങ്ങളാണ് ആണിലുള്ളത്. The first one is a shepherd who is piping sitting under a tree. ഒരു ഷെഫേഡ് ഒരു മരത്തിന് ചുവട്ടിലിരുന്ന ഒരു പൈപ്പ് വായിക്കുന്ന ചിത്രമാണ് ആദ്യത്തേത്. ആൻഡ് സെക്കൻഡ് പിക്ചർ ഈസ് ദാറ്റ് ഓഫ് എ ലവർ who is trying to kiss his lady love. രണ്ടാമത്തത് ഒരു കാമുകൻ തൻ്റെ ലേഡി ലവിനെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്ന ചിത്രം. ആൻഡ് ദ തേർഡ് പിക്ചർ ഈസ് ദാറ്റ് ഓഫ് എ സാക്രിഫിഷ്യൽ പ്രൊസഷൻ. മൂന്നാമത്തേത് ബലിയർപ്പിക്കാനായി പോകുന്ന ഒരു കൂട്ടത്തെ കാണിക്കുന്നത്. ഒരു മച്ചി പശുവിനെയും കൊണ്ട്, കന്നുകുട്ടിയില്ലാത്ത ഒരു പശുവിനെയും കൊണ്ട് അൾത്താരയിലേക്ക് നീങ്ങുന്ന ഒരു കൂട്ടം ആളുകളെ അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു കാഷ്വൽ, ദി ഓപ്പണിംഗ് ഓഫ് ദി പോയം, ദി പോയറ്റ് മേക്സ് എ കാഷ്വൽ റെഫറൻസ് ടു ഓൾ ദീസ് സെക്ഷൻസ്. എല്ലാത്തിനെയും കുറിച്ചും പറയുകയാണ്. ആദ്യം പറയുന്നു, അഡ്രസ്സിംഗ് ദി ഏൺ, ദി പോയറ്റ് സെസ്, thou unravished bride of coyness. Thou means you are unravished. Unravished means having virgin like purity. Virgin like purity. ഒരു കന്യകയെ പോലെ പരിശുദ്ധിയുള്ള അനാഘ്രാത കുസുമമായ ബ്രൈഡ് മീൻസ് ചോസൻ പാർട്ട്ണർ. ബ്രൈഡ് ഓഫ് ക്വയറ്റ്നസ്. ക്വയറ്റ്നസ് മീൻസ് പീസ്. യു ആർ സൈലൻറ്റ്. യു ആർ ഓൾവേസ് സൈലൻറ്റ്. യു ആർ ഓൾവേസ് പീസ്ഫുൾ. So you are the chosen partner or bride of peace or silence. നീ നിശബ്ദതയുടെ വധുവാണ്. നീ സമാധാനത്തിൻ്റെ പരിശുദ്ധിയുള്ള, അൺറാവിഷ്ഡ്, പരിശുദ്ധിയുള്ള വധുവാണ്, കന്യകയായ വധുവാണ് എന്നാദ്യം പറയുന്നത്. Then thou foster child of silence and slow time. You are the foster child. ഫോസ്റ്റർ ചൈൽഡ്, വളർത്തുപുത്രി. ഫോസ്റ്റർ ചൈൽഡ് ഓഫ് സൈലൻസ് ആൻഡ് സ്ലോ ടൈം. സ്ലോ ടൈം മീൻസ് സ്ലോലി മൂവിങ് ടൈം. വി നോ ദാറ്റ് ടൈം ഡിസ്ട്രോയ്സ് എവരിത്തിങ്. ഈ ലോകത്ത് എല്ലാത്തിനെയും ടൈം നശിപ്പിക്കും. ബട്ട് ദിസ് ടൈം ദി ഗ്രേറ്റ് ഡിസ്ട്രോയർ ഹാസ് പ്രിസർവ്ഡ് ദിസ് ഏൺ. ടൈം ഹാസ് പ്രിസർവ്ഡ് ദിസ് ഏൺ. BC എന്നും ഉണ്ടാക്കിയതാണ് ഞാൻ. അതിപ്പോഴും നിലനിൽക്കുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കാലം അതിനെ നശിപ്പിച്ചില്ല. എല്ലാത്തിനെയും തകർക്കുന്ന, എല്ലാത്തിനെയും നശിപ്പിക്കുന്ന കാലം ഈ ഏണിനെ മാത്രം തകർത്തില്ല, നശിപ്പിച്ചില്ല. അതുകൊണ്ട് യു ആർ ദി ഫോസ്റ്റർ ചൈൽഡ് ഓഫ് സൈലൻസ് ആൻഡ് സ്ലോ ടൈം. നേരത്തെ പറഞ്ഞത് നിശബ്ദതയുടെയും അല്ലെങ്കിൽ ശാന്തിയുടെയും അതേപോലെ തന്നെ കാലത്തിൻ്റെയും വളർത്തുപുത്രിയാണ് നീ. യു ആർ ദി ഫോസ്റ്റർ ചൈൽഡ് ഓഫ് സൈലൻസ് ആൻഡ് സ്ലോ ടൈം. സിൽവൻ ഹിസ്റ്റോറിയൻ. യു ആർ ഓൾസോ എ സിൽവൻ ഹിസ്റ്റോറിയൻ. Sylvan historian means one who records the story of rustic life. One who records the story of rustic life. ഗ്രാമ്യ ജീവിതം അല്ലെങ്കിൽ ഗ്രാമീണരുടെ ജീവിതം രേഖപ്പെടുത്തുന്ന ചരിത്രകാരനാണ് സിൽവൻ ഹിസ്റ്റോറിയൻ. With these 3 pictures, the aunt has recorded the life of rustic people. പണക്കാരുടെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെയോ ഒന്നും കഥകളല്ല, ഗ്രാമീണരുടെ കഥകളാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ദി പോയറ്റ് കോൾസ് ഇറ്റ് എ സിൽവൻ ഹിസ്റ്റോറിയൻ. സിൽവൻ ഹിസ്റ്റോറിയൻ. യു ആർ ദി ഹിസ്റ്റോറിയൻ ഓഫ് റസ്റ്റിക് ലൈഫ്. Who canst thus express. Who canst thus express. You can thus express a flowery tale. Flowery tale has 2 meanings. A story of flowers and leaves or a colorful story. You are able to express a flowery tale or a colorful story more sweetly than our rhyme. So we poets usually use so many techniques like images, meter, rhyming scheme, etc. express our ideas catchingly or convincingly. But I should say that you are far, far better than we poets. ഞങ്ങൾ കവികളെക്കാൾ എത്രയോ നല്ലവനാണ് നീ, എത്രയോ മിടുക്കനാണ് നീ, എത്രയോ മികച്ചവനാണ് നീ. സോ യു ആർ ഫാർ ബെറ്റർ ദാൻ വി പോയറ്റ്സ്.
a flowery tale more sweetly than our rhyme. You have recorded the life of rustic people more sweetly than we could using our poetry. What leaf-fringed legend haunts about thy shape. എന്താ ഇത്? What leaf-fringed? Leaf-fringed means enclosed in the margin of leaf. Enclosed or put in the margin of leaf. ലീഫ് കൊണ്ട്, ഇല കൊണ്ട് തീർത്ത മാർജിനുള്ളിൽ എന്താ നീ രേഖപ്പെടുത്തിയിരിക്കുന്നത്? വാട്ട് ഹാസ് കാർവ്ഡ് യു? എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? വാട്ട് ലീഫ് ഫ്രിഞ്ച്ഡ് ലെജൻഡ്. ലെജൻഡ് മീൻസ് സ്റ്റോറി ഹിയർ. ഹോൺസ് അബൌട്ട്, റിമെയിൻസ് ഓർ വിസിറ്റ്സ് എബൌട്ട് ദൈ ഷേപ്പ് മീൻസ് എബൌട്ട് യു. ഇതിൻ്റെ മുകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന മനോഹരമായ ഇലകളുടെ അരികുണ്ട്, ഇലകളുടെ ഫ്രിഞ്ചസും ഉണ്ട്, ഇലകളുടെ മാർജിൻസും ഉണ്ട്. ചിത്രീകരിച്ചിരിക്കുന്ന ഈ കഥ ആരുടേതാണ്? എന്താണത്? വാട്ട് ലീഫ് ഫ്രിഞ്ച്ഡ് ലെജൻഡ് ഹോൺസ് അബൌട്ട് ദൈ ഷെയ്പ്പ് ഓഫ് ഡെയ്റ്റീസ് ഓർ മോർട്ടൽസ് ഓർ ബോത്ത്? ആർ ദേ സ്റ്റോറീസ് ഓഫ് ഡെയ്റ്റീസ്? ഡെയ്റ്റീസ് മീൻസ് ഗോഡ്സ് ആൻഡ് ഗോഡസസ്. ദേവന്മാരുടെയും ദേവതകളുടെയും കഥയാണോ? ഗ്രീക്ക് മിതോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മിതോളജി പോലെ മനുഷ്യന്മാരും ദേവന്മാരും ഒക്കെ ഒരുമിച്ച് ചേരുന്ന പുരാണങ്ങളാണ് അവരുടേത്. ഡെയ്റ്റീസ് ദേവതമാരുടേതാണോ? ഓർ മോർട്ടൽസ് ഓർ ഹ്യൂമൻ ബീയിങ്സ്? മോർട്ടൽസ് മീൻസ് ഹ്യൂമൻ ബീയിങ്സ് ഓർ ബോത്ത്? അതോ രണ്ട് പേരുടെയും കൂടെ ആണോ? ഇതിൽ എവിടെയാണ് ഇതിലെ സംഭവം നടക്കുന്നത്? സി വിച്ച് ഈസ് ദ വെന്യൂ ഓഫ് ദി ആക്ഷൻസ്? ഇൻ ടെംബെ ഓർ ദി ഡെയിൽസ് ഓഫ് ആർക്കഡി? വേർ ഹാവ് ദീസ് ഇൻസിഡൻസ് ഹാപ്പൻഡ്? ഇൻ ടെംബെ ഓർ ദി ഡെയിൽസ്? ഡെയിൽസ് മീൻസ് വാലീസ്, താഴ്വാരങ്ങൾ, ഓഫ് ആർക്കഡി. ടെംബെ ആൻഡ് ആർക്കഡി വേർ ടു ഫേമസ് വാലീസ് ഇൻ ദി ഏൻഷ്യൻ്റ് ഗ്രീസ്. പ്രാചീന ഗ്രീസിലെ വളരെ പ്രശസ്തങ്ങളായ രണ്ട് വാലീസ് ആയിരുന്നു ടെംബെയും ആർക്കഡിയും. അവിടുത്തെ താഴ്വാരങ്ങളിലാണോ ഇതിൽ പറഞ്ഞിരിക്കുന്ന കഥകൾ? ഷെഫേഡ് പൈപ്പ് വായിക്കുന്നതും കാമുകൻ കാമുകയെ ചുംബിക്കാൻ ശ്രമിക്കുന്നതും ജാഥയായി ഒരു പശുവിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന ചിത്രവും ഇതൊക്കെ എവിടെയാണ്? ടെംബെ എന്ന് പറയുന്ന താഴ്വാരത്തിലാണോ അതോ ആർക്കഡി എന്ന് പറയുന്ന താഴ്വാരത്തിലാണോ സംഭവിച്ചത്? വാട്ട് മെൻ ഓർ ഗോഡ്സ് ആർ ദീസ്? ഹൂ ആർ ദീസ്? വാട്ട് മെൻ ഓർ ഗോഡ്സ് ആർ ദീസ്? ആർ ദീസ് മെൻ ഓർ ഗോഡ്സ്? ദേവന്മാരാണോ മനുഷ്യരാണോ? വാട്ട് മെയ്ഡൻസ് ലോത്ത്? ഹൂ ഈസ് ദിസ് മെയ്ഡൻ ഓർ ഗോഡ് ലോത്തിങ്? ലോത്തിങ് മീൻസ് അൺവില്ലിങ് ടു റിസീവ് ദി കിസ്. ഈ ചുംബനം സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന ഈ പെൺകുട്ടി ഏതാണ്? അല്ലെങ്കിൽ കാമുകൻ്റെ കരവലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഈ പെൺകുട്ടി ഏതാണ്? വാട്ട് മെയ്ഡൻസ് ലോത്ത്? ഹൂ ഈസ് ദിസ് മെയ്ഡൻ ഓർ ഗേൾ ഹൂ ഈസ് അൺവില്ലിങ് ടു റിസീവ് ദി കിസ് ഓഫേർഡ് ബൈ ദി ലവർ? വാട്ട് മാഡ് പെർസ്യൂട്ട്? വാട്ട് മാഡ് പെർസ്യൂട്ട് ദി ലവർ മേക്സ്? ഓടാൻ ശ്രമിക്കുന്ന അവളെ പിടിക്കാൻ വേണ്ടി അങ്ങ് ഭ്രാന്തമായി പരക്കം പായാൻ തുടങ്ങുന്ന കാമുകൻ ആരാണ്? ഹൂ ഈസ് ദിസ് ലവർ? ദൈവമാണോ മനുഷ്യനാണോ? വാട്ട് സ്ട്രഗിൾ ടു എസ്കേപ്പ്? വാട്ട് എ കൈൻഡ് ഓഫ് സ്ട്രഗിൾ ഷീ ഈസ് മേക്കിംഗ് ടു എസ്കേപ്പ്? അവൾ എന്ത് പരിശ്രമമാണ് നടത്തുന്നത് കാമുകൻ്റെ കരവലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? ലവ് ഉണ്ട്, ബട്ട് ഷീ ബിലീവ്സ് ഇൻ സിൻസിയർ ലവ്, നോട്ട് പ്ലേറ്റോണിക് ലവ്. അവൾക്ക് ഈ മാംസനിബദ്ധമായ സ്നേഹത്തിലല്ല ഇഷ്ടം, അല്ലാതുള്ള സ്നേഹത്തിലാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഷീ ഈസ് അൺവില്ലിങ് ടു റെസിപ്രൊക്കേറ്റ് ഹെർ ലവ് ബൈ റിസീവിങ് എ കിസ്. ചുംബനം സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ അവൾ ഉദ്ദേശിക്കുന്നില്ല. സോ അയാൾ കാമുകനങ്ങനെ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ്, കാര്യം സാധിച്ച് നടത്തി അടങ്ങുമെന്നും പറഞ്ഞുകൊണ്ട്. സോ ബട്ട് ദി ലേഡി ലവ് ഈസ് സ്ട്രഗ്ലിംഗ് ടു എസ്കേപ്പ് ഫ്രം ദി ക്ലച്ചസ് ഓഫ് ദി ലവർ. കാമുകൻ്റെ കരവലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആണോ മനുഷ്യ സ്ത്രീയാണോ? വാട്ട് പൈപ്സ് ആൻഡ് ടിംബ്രൽസ്? ഡ്രംസ്. ഇത് ഏതാണ്? ഈ പൈപ്സ് ഏതാണ്? ഈ ചെണ്ടകൾ ഏതാണ്? What wild ecstasy? So this is a reference to the last picture, the sacrificial procession. What pipes and timbrels are used there? What wild ecstasy? A mad ecstasy can be seen on the people following the or participating the sacrificial procession. ഈ പശുവിനെ ബലിയർപ്പിക്കാൻ പോകുന്ന ജാഥയിലുള്ള ആളുകൾക്ക് ഒരു ഭ്രാന്തമായ എക്സ്റ്റസിയാണ്, ഭ്രാന്തമായ ഒരു വല്ലാത്ത സന്തോഷം, വല്ലാത്ത എക്സ്റ്റസിയാണ് അവർക്ക് ബലിയർപ്പിക്കുന്നത് കാണാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ കാഷ്വലായിട്ട് ഈ ചിത്രങ്ങളെക്കുറിച്ച് പറയുന്നു. ജോൺ കീറ്റ്സ് അനലൈസസ് ഈച്ച് പിക്ചേഴ്സ് സെപ്പറേറ്റ്ലി. കീറ്റ്സ് അനലൈസസ് ഈച്ച് ഓഫ് ദം സെപ്പറേറ്റ്ലി, പ്രത്യേകം വിശകലനം ചെയ്യുന്നു. ഹേഡ് മെലഡീസ് ആർ സ്വീറ്റ്.
but those unheard are sweet, therefore ye soft pipes play on. Here refers to the picture showing the shepherd who is piping under a tree. ഒരു ഷെഫേഡ് ആടുകളെ മേയാൻ വിട്ടിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പൈപ്പ് വായിക്കുന്ന ചിത്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. അയാൾ എന്തോ വായിക്കുകയാണ്. ആ വായിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഭാവന ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് അതിലൂടെ വായിക്കുന്നത്, നമുക്ക് ഭാവന ചെയ്യാൻ. വി ക്യാൻ ലിസൺ ടു ദി സോങ് യൂസിങ് അവർ മൈൻഡ്സ് ഇയേഴ്സ്. മനസ്സിൻ്റെ കാതുകളുണ്ട് നമുക്കത് കേട്ട്, അതായത് ഇമാജിനേഷനിലൂടെ, ത്രൂ ഇമാജിനേഷൻ. ഇമാജിനേഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ റിയാലിറ്റി. ഇമാജിനേഷനിലൂടെ നമുക്ക് മനസ്സിലാകാം ഇയാൾ ഏത് ഗാനമാണ് ആലപിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണതെന്ന് നമുക്ക് ഭാവന ചെയ്യാം. അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഒരു പാട്ടാണ്, അല്ലെങ്കിൽ അതിനു മുമ്പ് അന്നത്തെ ഒരു പാട്ടാണ് എന്നിങ്ങനെ ഭാവന ചെയ്യാം. ഹേഡ് മെലഡീസ് ആർ സ്വീറ്റ്. മെലഡീസ് മീൻ സോങ്സ്. ഹേഡ് സോങ്സ് ആർ സ്വീറ്റ്. ദിസ് ഈസ് ആൻ ഓഫ്റ്റ് കോട്ടഡ് ലൈൻ. പലപ്പോഴും പലരും ഉദ്ധരിക്കാറുള്ള ഒരു ലൈനാണ്. ഹേഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേഡ് ആർ സ്വീറ്റർ. ഹേഡ് മെലഡീസ് ആർ സ്വീറ്റ്. ഹേഡ് സോങ്സ് ആർ സ്വീറ്റ്സ്. നമ്മൾ കേട്ട ഗാനങ്ങളെല്ലാം മധുരമാണ്. ബട്ട് ദോസ് അൺഹേഡ് ആർ സ്വീറ്റർ. കേൾക്കാത്തതോ മധുരതരം. ബട്ട് ദോസ് അൺഹേഡ്, ദോസ് സോങ്സ് അൺഹേഡ് ബൈ യസ് ഓർ ദോസ് സോങ്സ് ഇമാജിൻഡ് ബൈ യസ് ആർ സ്വീറ്റർ. പക്ഷെ നമ്മൾ ഭാവന ചെയ്യുന്ന ഗാനങ്ങളാണ് മധുരതരം. നമ്മൾ കേൾക്കുന്നതോ കേട്ട ഗാനങ്ങളോ അല്ല മധുരം. നമ്മൾ ഭാവനയിലൂടെ കേൾക്കുന്ന, അല്ലെങ്കിൽ മനസ്സിൻ്റെ കാതുകളിലൂടെ കേൾക്കുന്ന ഗാനമാണ് മധുരതരം. They are sweeter. Heard melodies are sweet, but those unheard are sweeter. This is a line occurs in Odd-on Grecian. Remember this. Therefore, ye soft pipes, ye means you. Soft pipes play on. അതുകൊണ്ട് ഈ സോഫ്റ്റ് പൈപ്സ് യു പ്ലേ ഓൺ. പൈപ്പർ പ്ലീസ് പ്ലേ ഓൺ ദി പൈപ്സ്. നീ വായന തുടർന്നോളൂ. നൂറ്റാണ്ടുകളായിട്ട് നീ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ഷീണവുമില്ലാതെ, ദാഹവുമില്ലാതെ, വിശപ്പില്ലാതെ നിൻ്റെ വായന തുടർന്നോളൂ. ചിത്രത്തിലെ ആ ഒരു പൈപ്പറിന് മരണമില്ലല്ലോ. ഹീസ് ഓൾവേസ് ദർ, ഹീസ് അഫിക്സ്ഡ് ദർ. അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് പറയുന്നു യു സോഫ്റ്റ് പൈപ്സ് പ്ലേ ഓൺ. പൈപ്പർ യു പ്ലേ ഓൺ ദി പൈപ്പ് and we can imagine different songs according to our whims and fancy. Therefore ye soft pipes play on, not to the sensual ear the piper is playing, not to our sensual ear, sensory ear which is our one of senses, the ear which is one of the senses. ഇന്ദ്രിയങ്ങളൊന്നായ കാതുകളിലല്ല, നമ്മുടെ ഈ ഫിസിക്കൽ ഇയറിലല്ല നീ എൻ്റെ ഈ ഗാനം, നീ പൈപ്പിലൂടെ വായിക്കുന്ന ഗാനം പതിക്കുന്നത്. ഫിസിക്കൽ ഇയറിലല്ല പതിക്കുന്നത്. പിന്നെ എവിടെയാണ്? നോട്ട് ടു ദി സെൻഷ്വൽ ഇയർ, നോട്ട് ടു ദി സെൻസറി ഇയർ ദി സോങ് ഫാൾസ്, ബട്ട് മോർ എൻഡീഡ് പൈപ്പ് ടു ദി സ്പിരിറ്റ് ഓഫ് ഡിറ്റീസ് ഓഫ് നോട്ട് ഓൺ. ബട്ട് യുവർ സോങ് ഈസ് മോർ എൻഡീഡ്. എൻഡീഡ് മീൻസ് പ്ലീസിങ് ഓർ മോർ ബ്യൂട്ടിഫുൾ. പൈപ്പ് സോങ് ടു ദി സ്പിരിറ്റ് ഓഫ് ഡിറ്റീസ് ഓഫ് നോട്ട് ഓൺ. സ്പിരിറ്റ് മീൻസ് സോൾ. Of ditties, ditties means songs of note on, but your voiceless song falls on the very soul. ഞങ്ങളുടെ ആത്മാവുകളിലാണ് അറയ്ക്കുന്നത്. യുവർ ടോൺലെസ് ഓർ സൗണ്ട്ലെസ്, വോയിസ്ലെസ്, സൗണ്ട്ലെസ് മ്യൂസിക് ഓർ സോങ് ഫാൾസ് ഓൺ ദി വെരി സോൾ ഓഫ് us. ഞങ്ങളുടെ ആത്മാവിലാണ് നിൻ്റെ ഈ ശബ്ദമില്ലാത്ത ഗാനം. ശബ്ദമില്ലല്ലോ. പൈപ്പർ ഇങ്ങനെ വായിക്കുന്നതായിട്ടുള്ള ചിത്രമല്ലേ ഉള്ളൂ. നമ്മൾ ഭാവന ചെയ്യുന്നു ഇന്ന ഗാനമായിരിക്കും അതിലൂടെ ആലപിക്കുന്നത്, ഇന്ന മ്യൂസിക് ആയിരിക്കും ആ വായുവിലൂടെ തഴുകി ഒഴുകി എത്തുന്നതെന്ന്. അതുകൊണ്ട് ദി മ്യൂസിക് ഫാൾസ് ഓൺ ദി വെരി സോൾ ഓഫ് us. നമ്മുടെ ആത്മാവിലാണ് തറയ്ക്കുന്നത്. ഇറ്റ് ഈസ് മോർ എൻഡിയേഡ്, മോർ ബ്യൂട്ടിഫുൾ. ഫെയർ യൂത്ത്. ദി ഷെഫേഡ് ഈസ് എ യൂത്ത്. He is a youthful person. Fair youth, beneath the trees thou canst not leave thy song, nor ever can those trees be bare. Fair youth, you are handsome youth. നീ അന്നും ഇന്നും ചെറുപ്പമാണ്, നിനക്ക് മരണമില്ല. നൂറ്റാണ്ടിന് മുമ്പേ നീ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും കാണുന്നു ചിത്രത്തിൽ. ഫെയർ യൂത്ത്, യു ലുക്ക് വെരി ഹാൻസം ആൻഡ് യു ആർ സിറ്റിംഗ് ബിനീത്ത് ദ ട്രീസ്. നീ ഒരേ ഒരു ഇരിപ്പാണ്. thou canst not leave thy song. You can never leave thy song. Thou canst not leave thy song. നിനക്കൊരിക്കലും, നീ എത്ര ശ്രമിച്ചാലും നിൻ്റെ ഗാനം നിനക്കിനി
ഉപേക്ഷിക്കാൻ കഴിയില്ല. യു ക്യാൻ നെവർ ലീവ് ദിസ് സോങ് ബിക്കോസ് യു ആർ അഫിക്സ്ഡ് ഓൺ ദി ഏൺ. ചിത്രത്തിൻ്റെ ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ലീഫ് കൊണ്ട് വരച്ചിരിക്കുന്ന മാർജിനുള്ളിൽ നിന്നെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. സോ യു ക്യാൻ നെവർ ലീവ് ദി സോങ്. Nor ever can these trees be bare. ഇനി the trees are full of green leaves. Autumn season will never come to the trees. Autumn season will never come to the trees and the trees need not shed their leaves. ഓട്ടം സീസൺ ഒരിക്കലും ഈ മരങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല. അതുകൊണ്ട് ഈ മരങ്ങൾക്കൊരിക്കലും ഇലകൾ കൊഴിക്കേണ്ടി വരത്തില്ല. The trees will never become bare. Bare means without leaves. എന്നും നിത്യഹരിതമാണ്. നിത്യഹരിത നായകനും നിത്യഹരിത വൃക്ഷവും. The trees can never be bare. It is always spring for them. അവർക്ക് മരങ്ങൾക്കും അതുപോലെ ചെറുപ്പക്കാരനും എന്നും വസന്തകാലം മാത്രം. Only one season he can enjoy, that is spring season. ബാക്കി ഋതുക്കളൊന്നും ഓട്ടം സീസണോ വിൻ്റർ സീസണോ ഒന്നും വരത്തില്ല. എന്നും സ്പ്രിംഗ് സീസൺ. That is the poet says about the shepherd who is piping under the tree. Then his attention is turned to the next picture. The next picture is that of a bold lover. പഴയ കാലമല്ലേ കാമുകിയൊക്കെ പിടിച്ച് കിസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് നീഡ്സ് എ ബോൾഡ്നെസ്, ഇറ്റ് നീഡ്സ് കറേജ്. ഇന്നത്തെ പോലൊന്നും അല്ല, കറേജ് വേണം, ധൈര്യം വേണം. സോ ദി പോയിറ്റ് അഡ്രസ്സസ് ഹിം, ബോൾഡ് ലവർ, ബോൾഡ് ലവർ, നെവർ നെവർ ക്യാൻസ്റ്റ് thou kiss. You are very bold, extremely courageous. You have caught hold of her sweet hand, but you can never kiss her. You can never have your fulfillment. നിനക്കിനി ഒരിക്കലും അവളെ കിസ് ചെയ്യാൻ സാധിക്കത്തില്ല. യു ക്യാൻ നെവർ കിസ് ഹെർ. കാരണം അങ്ങനെ അവളിങ്ങനെ ഓടാൻ ശ്രമിക്കുന്നതും അവളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതുമായിട്ട് വർഷങ്ങളല്ല നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ യു ക്യാൻ നെവർ ഹാവ് യുവർ ഫുൾഫിൽമെൻറ്റ് ഓഫ് you can never have the bliss of kissing her. Though winning near the goal, but you are very close to your goal. Goal means aim. നീ ഇതിൻ്റെ ലക്ഷ്യത്തിനടുത്താണ്. ഒന്ന് വലിച്ചടിപ്പിച്ചാൽ you can easily have your desire. You can easily have your desire fulfilled because she is very close to you. Your lady love is very near to you. That is why the poet says, though winning near the goal, yet don't grieve. Even if you are unable to kiss her and have the bliss of kissing, don't grieve, don't feel sorrowful or sad. Don't grieve, don't feel sorrowful. She cannot fade. ഞങ്ങളുടെ മനുഷ്യരിലെ ലവേഴ്സിനെ പോലെയല്ല. She cannot fade. She cannot fade away. She cannot die. അവൾക്ക് മരണമില്ല. Your lady love doesn't have any death. നിന്റെ ലേഡി കാമുകിക്ക് ഒരിക്കലും മരണമില്ല. She cannot fade, she cannot vanish, she cannot disappear. Thou hast not thy bliss. Even though you are not able to fulfill your wish, you are lucky because she is always near you. ലവേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സായുജ്യമായ കാര്യം ദി ലവിങ് പ്രസൻസ്, ആ സ്നേഹ സാമീപ്യമാണ്. ഒന്നും സംസാരിച്ചില്ലെങ്കിലും കുറേ നേരം അടുത്തിരിക്കാൻ കഴിഞ്ഞാൽ they have a great ecstasy. Only those people who have enjoyed such a sincere love can know the spirit of what I say. അപ്പോൾ അവർക്ക് അത് ഒരു ലവിങ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു എക്സ്റ്റസിയാണ്. ഈ കാമുകൻ എത്രയോ നൂറ്റാണ്ടുകളാണ് കാമുകിയോടൊപ്പമാണ്. the lady love doesn't vanish even though he is not able to accomplish his desire. He is highly lucky because he can always have the sweet, lovely presence of his lady love. Forever wilt thou love. In your case, you will love forever and ever. Your love is everlasting. Your love is permanent. നിങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആണ്. You will love her forever and ever. Forever wilt thou love. You will love her forever. എന്നെന്നും കമിതാക്കളായിരിക്കും. എന്നൊന്നും നിങ്ങൾ പ്രേമിക്കും. ആൻഡ് ഷീ ബി ഫെയർ. ഏറ്റവും വലിയ ദുരിതം എന്ന് പറഞ്ഞാൽ വയസ്സായി പോകുന്നതാണ്. ഇൻ ദി കേസ് ഓഫ് ദി ലവേഴ്സ് ദി മോസ്റ്റ് ട്രാജിക് തിങ് ഈസ് ഗെറ്റിംഗ് ഓൾഡ് ഏജ്. ഇവിടെ ഈ കാമുകൻ എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ലക്കി ബിക്കോസ് ഹിസ് ലേഡി ലവ് ഈസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. ഷീ വിൽ റിമെയിൻ ബ്യൂട്ടിഫുൾ ഫോർ എവർ ആൻഡ് എവർ. എന്നെന്നും സുന്ദരിയായിരിക്കും. അല്ലേ? വയസ്സായാലും പ്രണയമൊക്കെ നിലനിൽക്കും.
പണ്ട് കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമയിലെ വയസ്സായ ആളുകൾ അവരുടെ പ്രണയം നിലനിർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും in the case of human beings, when the beauty is lost, along with the love will also be lost. ആ സൗന്ദര്യം പോയി കഴിഞ്ഞാൽ പ്രണയവും പോകും. പലരുടെയും കേസിൽ അങ്ങനെയാണ് അതാ സംഭവിക്കുന്നത്. ബട്ട് ഷീ ബി ഫെയർ ഓൾവേസ്, ഷീ വിൽ ബി ബ്യൂട്ടിഫുൾ ഓൾവേസ്. ഈ ചിത്രത്തിലെ കാമുകി എന്നും സൗന്ദര്യമുള്ളതായിരിക്കും. അവൻ്റെ തെറിൽ എന്നും നിലനിൽക്കും. ഹാപ്പി ഹാപ്പി ബൗസ്, വെരി ഹാപ്പി ബൗസ്, ബ്രാഞ്ചസ് ഓഫ് ട്രീസ് that cannot shed your leaves nor bid the spring and you. ഇനി ആദ്യത്തെ ചിത്രത്തിലേക്ക് പോകുന്നു. ദി പൈപ്പർ പൈപ്പിംഗ് സിറ്റിംഗ് അണ്ടർ എ ട്രീ. ദി പോയിറ്റ് പോയിന്റ്സ് ഔട്ട് ദാറ്റ് ദി ട്രീസ് ആർ വെരി ഹാപ്പി ബൗസ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് ആണെങ്കിലും ഹിയർ ഇറ്റ് മീൻസ് ട്രീസ്. thou cannot shed your leaves. That cannot shed your leaves. You need not shed your leaves because it is always spring season for you. നിങ്ങൾക്കെന്നും വസന്തമാണല്ലോ. ഓട്ടം സീസണിലാണ് വൃക്ഷങ്ങൾ ഇല പൊഴിക്കുന്നത്. ഓട്ടം സീസൺ will never approach you. That cannot shed your leaves nor ever bid the spring at you. You need not bid, say the spring adieu. Adieu means goodbye or farewell. You need not say farewell to the spring season. The spring season always remains with you with all its colors and flowers. There is always spring season with you. You need not tell goodbye to the spring season. And happy melodist unwearied, forever piping songs forever new. More happy love, happy love, forever warm and still to be enjoyed. Forever panting and forever young. All breathing human passion far above, that leaves a hurt, high sorrowful and cloyed, a burning forehead and a parching tongue. An happy melodist, the piper who is sitting or the shepherd who is sitting under the tree piping is happy. He is always happy. He is in happy. We can assume that he is happy from his facial expression. അവൻ്റെ മുഖം കണ്ടാൽ അറിയാൻ സന്തോഷവാനാണ്. His happiness will never disappear. ആ സന്തോഷം ഒരിക്കലും ഇല്ലാതാകാൻ പോകുന്നില്ല. His happiness will never recede his face. Happy melodist unwearied. സാധാരണ ചിലർ വാദ്യോപകരണങ്ങളൊക്കെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം വായിച്ച് ഗിന്നസ് റെക്കോർഡിലൊക്കെ പേര് വരുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് നൂറ്റാണ്ടുകളായിട്ട് പൈപ്പ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചിത്രത്തിൻ്റെ. He is unwearied. He is untired. He is inexhausted. Forever piping songs forever new. He is unwearied forever. He is singing forever and ever. He is untired and he is producing songs forever new. He is producing or making songs newer to the onlookers. ഈ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഒന്ന് കാണുന്ന ആളുകൾക്കെല്ലാം ഓരോരുത്തർക്കും അവർ ഭാവന ചെയ്യുന്ന സോങ്ങാണ് പൈപ്പർ പാടുന്നതായിട്ട് തോന്നുന്നു. അതുകൊണ്ട് എത്ര വൈവിധ്യമാർന്ന പാട്ടുകളായി പൈപ്പർ പാടുന്നത്. ഓരോരുത്തരും വന്ന് കാണുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഗാനം, അവർ വിഭാവന ചെയ്യുന്ന ഗാനം പാടുന്നതായിട്ടാണ് തോന്നിക്കുന്നത്. That is why the poet says, so you are singing songs forever new. Then he turns his attention once again to the lover. More happy love. He is of course envious of the lover seen on the picture because in his case Keats had suffered very much because of his love with Fanny Brown. ഫാനി ബ്രൗണുമായി പ്രണയം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് തകർന്ന ആളാണ് കീറ്റ്സ്. അതുകൊണ്ടാണ് ഹി ഫീൽസ് എൻവിയസ് ഓർ ജെലസ് ഓഫ് ദി ലവർ സീൻ ഓൺ ദി പിക്ചർ. He refers to the lover as very happy. More happy love. More happy and happy love exists between you. നിങ്ങൾക്കിടയിലെ സ്നേഹം വളരെ സന്തുഷ്ടകരമായ സ്നേഹമാണ്. സാധാരണഗതിയിലുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ സംശയങ്ങൾ, കാമുകി വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നത് കാണുമ്പോൾ ആ ഒരു വിമിട്ടം, ആ ഒരു ടെൻഷൻ, ആ ഒരു ജലസി, അങ്ങനെ ജലസ്സായിട്ടുള്ള ലവേഴ്സാണ് നമുക്കിടയിലുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. The lovers shown in the picture are always happy ever, forever warm and still to be enjoyed. The love is forever warm because it is a love
still to be enjoyed. It is something which is to be enjoyed. ഇപ്പോൾ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ, പക്ഷെ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഏത് കാര്യത്തിലായാലും ദ ത്രിൽ ലൈസ് ഇൻ ദി ചേസ് റേദർ ദാൻ ഇൻ ഫുൾഫിൽമെൻറ്റ്. നമ്മളൊരു കാര്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അതിൻ്റെ ത്രില്ലുള്ളത്. ത്രിൽ ഓൾവേസ് ലൈസ് ഇൻ ദി പെർസ്യൂട്ട്. പ്രയാണത്തിലാണ് ത്രില്ല്, അല്ലാതെ ഫുൾഫിൽമെൻറ്റില്ല. കാര്യം നടന്നു കഴിഞ്ഞാൽ ഒരു മനോഹരമായ സദ്യ അത് കഴിക്കുന്നതിന് മുമ്പെല്ലാം കാണുന്നു, വിഭവങ്ങളെല്ലാം കാണുന്നു, അപ്പം നമുക്ക് ഭയങ്കര ത്രില്ലായിരിക്കും. കഴിച്ച് കഴിയുമ്പോൾ ആകെ വിമിട്ടമായിരിക്കും. അതേപോലെയാണ് ലവിൻ്റെ കേസിലും. അത് നമ്മൾ പറയുന്നില്ല, ഐ ലവ് യു എന്ന് പറയുന്നതിന് മുമ്പുള്ള പീരീഡാണ് ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത്. ജോലികൾ അഡ്വൈസുമോ കിട്ടി നമ്മൾ അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറിന് വേണ്ടി കാത്തിരിക്കുന്ന കാലഘട്ടം ഉണ്ടല്ലോ. ഇറ്റ് ഈസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പീരീഡ്. സിമിലർലി, so it is a kind of love to be enjoyed. The physical enjoyment is still to come. So their love is something very beautiful and something very immortal. Forever panting and forever young. Your love is panting, creating panting for you, creating thrill for you. Your love is something which causes thrill for you, and forever young, and you will be young always. ഏറ്റവും വലിയ കാര്യം അതെ, ലവേഴ്സ് എന്നും ചെറുപ്പമായിട്ടിരിക്കുക എന്ന് പറയുന്നത്. എത്രയോ നൂറ്റാണ്ടുകളായി യു ആർ യങ്. ദറ്റ് ഈസ് ഓഫ് കോഴ്സ് എ ഫോർച്യൂൺ ഫോർ യു. യു ആർ ഓൾവേസ് യങ്. എന്നും യുവാക്കളായ കമിതാക്കളല്ലേ, വയസ്സായ കമിതാക്കളെക്കാളും നല്ലത് യുവാക്കളായ കമിതാക്കളല്ലേ. ഈസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഇറ്റ് ഈസ് സംതിങ് ഡിഫറൻറ്റ്. യുവർ ലവ് ഈസ് യങ് ആൻഡ് ഓൾ ബ്രീത്തിങ് ഹ്യൂമൻ പാഷൻ ഫാർ എബോവ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിവൈൻ ലവ് far above breathing human passion. It is a kind of love which is far above, far high of human beings, breathing human beings. ഞങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന സാധാരണ മനുഷ്യർക്കിടയിലുള്ള സ്നേഹത്തെക്കാളും എത്രയോ മഹത്തരമാണ് ഞങ്ങളുടെ സ്നേഹം. ഓൾ ബ്രീത്തിങ് ഹ്യൂമൻ പാഷൻ ഫാർ എബോവ്. യുവർ ലവ് ഈസ് ഫാർ എബോവ് ഓൾ ബ്രീത്തിങ് ഹ്യൂമൻ പാഷൻ. ഞങ്ങളുടെ കേസിൽ, ഇൻ അവർ കേസ്, ദാറ്റ് ലീവ്സ്. That leaves means love among us leaves a hurt high sorrowful. In our case, love causes disappointment. Love finally creates a kind of disappointment which will most often become a cause for madness. ഞങ്ങളുടെ കേസിൽ ഭ്രാന്ത് പിടിപ്പിക്കുന്ന നിരാശ പലപ്പോഴും പ്രണയം ഉണ്ടാകുന്നത്. That leaves a hurt highly sorrowful and cloyed. Otherwise, the love will reach a state of satiety, or love becomes satiated, surfeited. ഒരുപാടങ്ങ് ആയി സ്നേഹിച്ചങ്ങ് മടുത്തു പോവുക ചെയ്യുന്നത്. പുല്ല് ഇത് വേണ്ടായിരുന്നു, ഇത് എല്ലാത്തിലും അങ്ങ് റെസ്ട്രിക്ഷൻസ്. എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി ഇല്ല, എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി നോക്കണ്ടേ. ഇത് അവൾ എന്നെ എപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അയാൾ എന്നെ എപ്പോഴും നിയന്ത്രിക്കുക. ഞാൻ ആരോട് സംസാരിക്കാൻ പാടില്ല, ആരുടെയും നോട്ട് ബുക്ക് പോലും മേടിക്കാൻ പാടില്ല. ഇത് വേണ്ടായിരുന്നു. അങ്ങനെ ഒരു തരം മടുപ്പിലേക്ക് കൊണ്ടെത്തിക്കും ലവ് എമംഗ് ഹ്യൂമൻ ബീയിങ്സ്. എമംഗ് ഹ്യൂമൻ ബീയിങ്സ് ലവ് ലീവ്സ് എ ഹേർട്ട് ഹൈലി സോറോഫുൾ ആൻഡ് ക്ലോയിഡ്, സാറ്റിയേറ്റഡ് ഓർ സർഫീറ്റഡ്, അല്ലെങ്കിൽ മടുപ്പുളവാക്കുന്നു. എ ബേണിങ് ഫോർ ഹെഡ്. ലവ് ക്രിയേറ്റ്സ് എ ബേണിങ് ഫോർ ഹെഡ്. ലവേഴ്സിൻ്റെ നെറ്റിയിൽ കൈവച്ച് നോക്കിയാൽ അറിയാൻ, ദേ വിൽ ഹാവ് എ ബേണിങ് ഫോർ ഹെഡ്. ദേ വിൽ ഹാവ് എക്സ്ട്രീം ഹോട്ട് ഫോർ ഹെഡ്സ്. ഭയങ്കര ചൂടായിരിക്കും അവരുടെ നെറ്റിയിൽ. അതിൻ്റെ പാർച്ചിങ് ടങ്, ഒന്നും സംസാരിക്കാൻ പോലും പറ്റത്തില്ല. ദി ടങ് വിൽ ഹാവ് പാർച്ച്ഡ് ഓർ ഡ്രൈഡ്. പറ്റി വരേണ്ട നാക്കായിരിക്കും, ഉമനീര് പോലും കാണില്ല. സോ ബേണിങ് ഫോർ ഹെഡ് ആൻഡ് പാർച്ചിങ് ടങ് ആർ ദി സിംറ്റംസ് ഓഫ് ലവ് ഫീവർ. നമ്മുടെ മനുഷ്യർക്കിടയിലെ ലവ് ഫീവറിൻ്റെ, പ്രേമജ്വരത്തിൻ്റെ ലക്ഷണങ്ങളാണ് ബേണിങ് ഫോർ ഹെഡും ഒരു 106-107 ഡിഗ്രി. പാർച്ചിങ് ടങ്, ഒന്നും പറഞ്ഞാൽ തിരിയുന്നില്ല. ബിക്കോസ് ഓഫ് ദി ലവ് ഹാസ് ക്രിയേറ്റഡ് ആബ്സെൻറ്റ് മൈൻഡഡ്നെസ്. ഒരു വല്ലാത്തൊരവസ്ഥയാണ് പാർച്ചിങ് ടങ്. Then his attention is turned to the third picture, last picture seen on the urn. ചിതാഭസ്മകലശത്തിലെ അവസാനത്തെ ചിത്രം കാണുന്നു. Who are these coming to the sacrifice? To what green altar? O mysterious priest, leadest thou that heifer lowing at the skies, and all her silken flanks with the garlands dressed? What little town by river or seashore or mountain built with
beautiful citadel is emptied of this folk, this pious moon. Now the poet refers to the sacrificial procession. ഈ ബലിയർപ്പിക്കാൻ പോകുന്ന ജാഥ അല്ലെങ്കിൽ ഘോഷയാത്രയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. Who are these coming to the sacrifice? Who are these coming to the sacrifice? Sacrificial place or altar? ഈ അൾത്താരയിലേക്ക് വരുന്നത് ആരൊക്കെയാണ്? എന്തുമാത്രം ആളുകളുണ്ട്? To what green altar? Where are they going to? They are going to a green altar. Altar in the green ground. Altar which is seen in the green area. നല്ല പച്ച പുല്ലൊക്കെ നിറഞ്ഞ ഹരിതാഭ നിറഞ്ഞ ഒരു ആൾട്ടറിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ഈ ജാഥയെ നയിക്കുന്ന ഈ ഘോഷയാത്രയെ നയിക്കുന്നത് ഒരു പ്രീസ്റ്റാണ്. ഓ മിസ്റ്റീരിയസ് പ്രീസ്റ്റ്. ദ പ്രീസ്റ്റ് ലുക്സ് വെരി സ്ട്രേഞ്ച്. ഹീ ഈസ് വെരി അൺഫെമിലിയർ ടു ദി പോയറ്റ്. കവി ഇതുവരെ കണ്ടിട്ടുള്ള പ്രീസ്റ്റ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ദി ഫെമിലിയർ പോയറ്റ് ഹി ഹാസ് സീൻ എമംഗ് ദി ക്രിസ്ത്യൻ പ്രീസ്റ്റ്. സാധാരണ ക്രിസ്ത്യൻ പ്രീസ്റ്റുകളിൽ കണ്ടിട്ടുള്ള ഒരു സാധാരണ പ്രീസ്റ്റ് അല്ല. He looks very strange and mysterious. Oh mysterious priest, strange priest, leadest thou that heifer lowing at the skies. You are leading the heifer. Heifer means young cow that has not had a calf. Young cow that has not had a calf. കന്നൻകുട്ടി ഇല്ലാത്ത പശു, പ്രസവിക്കാത്ത പശു, മച്ചി പശു എന്ന് പറയും. അങ്ങനെ അതിനെയൊക്കെ ബലി അർപ്പിക്കുന്നത് യൂസ്ലെസ് ആയിട്ടുള്ളതിനെയൊക്കെ അല്ലേ. മിസ്റ്റീരിയസ് പ്രീസ്റ്റ് ഈസ് ലീഡിങ് എ ഹൈഫർ ആൻഡ് വൈൽ ദി കൗ ഈസ് ബീയിങ് ലെഡ് ടു ദി പ്ലേസ് ഓഫ് സാക്രിഫൈസ് ഇറ്റ് ഈസ് ലോയിങ് ക്രൈ. കന്നുകാലിയുടെ കരച്ചിലാണ് ലോയിങ് എന്ന് പറയുന്നത്. ലോയിങ് അറ്റ് ദി സ്കൈസ്. ദി കൗ ക്രൈസ് റേസിങ് ഇറ്റ്സ് ഹെഡ് അപ്വേർഡ്സ്. റേസിങ് ഇറ്റ്സ് ഹെഡ് ടുവേർഡ്സ് ദി സ്കൈ. ആകാശത്തിന് നേർക്ക് ശിരസ് ഉയർത്തിയിട്ട് അതിങ്ങനെ നിലവിളിക്കുന്നു. പശു നിലവിളിക്കുന്നു. കഷ്ടം. ആൻഡ് ഓൾ ഹെയർ സിൽക്കൻ ഫ്ലാങ്സ്. സിൽക്കൻ ഫ്ലാങ്സ് മീൻസ് സോഫ്റ്റ് സ്കിൻ ഓൺ ദി ടു സൈഡ്സ് ഓഫ് ഇറ്റ്സ് ബോഡി. സോഫ്റ്റ് സ്കിൻസ് ഓൺ ദി ടു സൈഡ്സ് ഓഫ് ഇറ്റ്സ് ബോഡി. അതിന് രണ്ട് വശത്തുള്ള സോഫ്റ്റ് സ്കിൻസ് നിറയെ അങ്ങ് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് വിത്ത് ഗാർലൻസ്. ഓൾ ഹെയർ സിൽക്കൻ ഫ്ലാങ്സ് വിത്ത് ഗാർലൻസ് ഡ്രസ്ഡ് മീൻസ് ഡ്രസ്ഡ്. The silken flanks of the two sides of the cow are dressed with the garlands. പൂമാലകൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ബലി അർപ്പിക്കാൻ കൊണ്ടുപോകല്ലേ, അതുകൊണ്ടാണ് പൂമാല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. മേക്സ് എ ലിറ്റിൽ ബിറ്റ് എക്സാജറേഷൻ. അല്പം അതിശോക്തിയാണ് പറയുന്നത്. കവി പറയുന്നത് വാട്ട് ലിറ്റിൽ ടൗൺ ബൈ റിവർ ഓർ സീഷോർ ഓർ മൗണ്ടൻ ബിൽറ്റ് വിത്ത് ബ്യൂട്ടിഫുൾ സിറ്റേഡൽ ഈസ് എംപ്റ്റീഡ് ഓഫ് ദിസ് ഫോക്ക്. ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ജനസംഖ്യ കുറവല്ലേ. തീർച്ചയായിട്ടും ഏതെങ്കിലും നദിക്കരയിലുള്ള അല്ലെങ്കിൽ കടലിന് തീരത്തുള്ള ഒരു ഗ്രാമത്തിലെ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും താഴ്വാരത്തിൽ ചുറ്റുപാടും കോട്ട കെട്ടിയ ഒരു താഴ്വാരത്തിലെ ആളുകളായിരിക്കാം. ഇവരെല്ലാം ഈ ഘോഷയാത്രയിലുള്ളത് കൊണ്ട് ആ ഗ്രാമം, അല്ലെങ്കിൽ ആ വാലി അത് ശൂന്യമായി കാണും. ഇപ്പോഴും ശൂന്യമായിരിക്കും. അവർ ഇവിടെ നിൽക്കുന്നതല്ലേ ഉള്ളൂ, ഇതർത്ത് നിൽക്കുന്നതല്ലേ ഉള്ളൂ. ഇപ്പോഴും ശൂന്യമായിരിക്കുമെന്ന്. അങ്ങനെ മനോഹരമായ ഒരു എക്സാജറേഷൻ. What does the poet say? What little town, small town, river or the seashore? What little town by the river or the seashore or mountain valley built with a beautiful citadel fortress. മനോഹരമായ കോട്ട കൊണ്ട് വലയം ചെയ്ത പർവ്വത സാനുക്കളിലെ ഏതെങ്കിലും പ്രദേശത്തു നിന്നായിരിക്കാം ഈ ആളുകൾ. The village or the mountain valley will be emptied of this folk. ഈ ആളുകൾ എല്ലാം ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് all the people have assembled in the processions of the village or the mountain valley must have been emptied. This folk, this pious moon. Pious means holy morning. In this morning is a short form of morning. In the holy morning. ഈ പരിപാവനമായ പ്രഭാതത്തിന് തീർച്ചയായിട്ടും ശൂന്യമായി കാണും. ഏതോ ഒരു മനോഹരമായ ചെറിയ ഗ്രാമം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പർവ്വതത്തിൻ്റെ താഴ്വാരം. ടൗൺ thy streets for evermore will be silent and not a soul to tell why thou art desolate can ever return. ആളുകളെല്ലാം ഇതിലായിപ്പോയല്ലോ. പണ്ട് വള്ളി എന്ന് പറയുന്നൊരു സിനിമയിൽ, രജനീകാന്തിൻ്റെ വള്ളി എന്ന് പറയുന്നൊരു സിനിമയിൽ, അതിൽ നായിക പ്രാധാന്യമുള്ളായിരുന്നു. അതിൽ നായിക ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവളെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ഗ്രാമം മുഴുവനും പോവുകയാണ് ചെയ്യുന്നത്. ഗ്രാമം മുഴുവനും അവിടെ ചെല്ലുന്നു. അപ്പോൾ അവിടെ ഗ്രാമത്തിൽ ആരുമില്ല. അപ്പം അതേപോലെ ഇവിടെ ഒരു ഗ്രാമം അങ്ങ് പരിപൂർണമായും ശൂന്യമായി കാണും. അപ്പോൾ എന്തായാലും ശരി,
And the little town, the small town, thy streets for evermore. Evermore means always. Thy streets, your streets will always be silent. എപ്പോഴും നിശബ്ദമായിരിക്കും. Nobody is there. And not a soul to tell why thou art desolate. Desolate means forlorn or deserted. Desolate, forlorn or deserted. എന്തുകൊണ്ട് നിൻ്റെ ഈ തെരുവീഥികൾ ശൂന്യമായി പോയി എന്ന് പറയാനൊരു കുട്ടിയെങ്കിലും വേണ്ട. ആരുമില്ല, എല്ലാവരും ഈ ജാഥയിലുണ്ട്. Can never return. They can never return to their villages. അവരുടെ നേറ്റീവ് വില്ലേജസിലേക്ക് ഇനി മടങ്ങിപ്പോക്ക് അസാധ്യമാണ്. ബിക്കോസ് ദേ ആർ എഫിക്സ്ഡ് ഹിയർ, ദേ ആർ കാർഡ് ഹിയർ. ഇവിടെ ഇങ്ങനെ ആലേഖനം ചെയ്തുകൊണ്ട് ഒരിക്കലും അവർക്ക് പോകാൻ സാധിക്കത്തില്ല. ഓ അറ്റിക് ഷേപ്പ്. Attic shape means the urn which is made in the Attica. Attic shape means Greek shape, Greek urn. Oh, Greek urn. Fair attitude. A beautiful attitude is seen on you. Breed of marble men and maidens overwrought with a breed. Breed means embroidery of marble men. You have an embroidery of marble men and maidens. Maidens, girls, overwrought. Overwrought means carved out. On the urn are carved out marble men and maidens. It is a marble urn. So, marble men and marble girls are carved out on the urn. With the forest branches, there are forest trees and trodden weed. Weeds trodden. Trodden means walked over by people. ചവിട്ടി മെതിക്കപ്പെട്ട കളകളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. Then thou silent form dost tease us out of thought, as doth eternity cold pastoral. On looking at the urn, the poet suddenly knows that a great truth is being taught by the urn. ഒരു മഹത്തായ സത്യമാണ് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. So poet points out that with all these decorations, with all these pictures, thou silent form, in your silent form, dost tease, you are teasing, you are ridiculing us out of thought. ഞങ്ങളെ പരിഹസിക്കുകയാണ് നീ. As doth eternity, like the eternity or God. Eternity പരിഹസിക്കുന്നത് പോലെ you are also teasing us. Cold pastoral. Cold pastoral means pastoral beauty. Pastoral beauty preserved in cold marble. Pastoral beauty preserved in cold marble. Cold pastoral. Pastoral beauty എല്ലാം ഈ കോൾഡ് മാർബിളിൽ ആലേഖനം ചെയ്ത നീ ഞങ്ങളെ പരിഹസിക്കുകയല്ലേ, ഞങ്ങളുടെ ചിന്തയെ നീ ഉത്തേജിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ലൈക്ക് ദി എറ്റേണിറ്റി. യു ആർ ഗിവിംഗ് ദി മെസ്സേജ് ദാറ്റ് ആർട്ട് ഈസ് പെർമനൻറ്റ്. ആൻഡ് ഓൾസോ യു ഗിവ് അനദർ മെസ്സേജ് ദാറ്റ് റിയലി ട്രൂലി വെൻ ഓൾഡ് ഏജ് ഷാൽ ദിസ് ജനറേഷൻ വേസ്റ്റ്. When old age shall this generation waste, thou shall remain in the midst of other woe. When old age shall this generation waste. Waste means destroy. When this generation is destroyed with old age. നമ്മുടെ തലമുറ വാർദ്ധക്യം വന്ന് നമ്മുടെ തലമുറ ഇല്ലാണ്ടാകും, മരിച്ചു പോകും. Thou shall remain in the midst of other woe. When other generations come with their sufferings, woe means suffering. When other generations come with their sufferings and miseries, you will remain. ഒരു തലമുറ പോയി അടുത്ത തലമുറ വരുന്നു, ആ തലമുറയുടെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും നടുവിൽ നീ ഇങ്ങനെ നിലനിൽക്കും. You will remain forever in the midst of, in the middle of other woes, in the middle of other generations with all their woes and sufferings. Ours a friend to man, to whom thou sayest, you are a great friend of man. You are a great friend to man than we mortals. ഞങ്ങൾ മനുഷ്യരെക്കാളും you are a great friend to man. നീ മനുഷ്യൻ്റെ ഒരു ഉത്തമ സുഹൃത്താണ്. കാരണം നീ ഒരു വലിയ സന്ദേശം മനുഷ്യന് നൽകുന്നുണ്ട്, നല്ലൊരു ഉപദേശം മനുഷ്യന് കൊടുക്കുന്നുണ്ട്. You are a great friend to man than we mortals. ഞങ്ങളെക്കാളും വലിയ മനുഷ്യൻ്റെ സുഹൃത്താണ് നീ. നീ കൊടുക്കുന്ന മെസ്സേജ് ഇതാണ്: ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി. ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി. Beauty is truth, truth beauty. It's an oft quoted line. ഈ കവിത നിങ്ങൾ മനസ്സിലാക്കണം. ഓർഡർ ഗ്രീഷ്യൻ ആണ് എന്നാണ് എടുത്തിട്ടുള്ളത്. You should remember that. Beauty is truth. Beauty means really beautiful things. Truth means lasting forever. Truth means something
വിച്ച് ലാസ്റ്റ് ഫോർ എവർ, എന്നെന്നും നിലനിൽക്കുന്നതാണ് സത്യമെന്ന് പറയുന്നത്. സോ ദി പോയറ്റ് അറ്റ് ദി ബിഗിനിങ് സെസ് ദാറ്റ് റിയലി ബ്യൂട്ടിഫുൾ തിങ്സ് വിൽ റിമെയിൻ ഫോർ എവർ. യഥാർത്ഥ സൗന്ദര്യമുള്ള വസ്തുക്കൾ എന്നെന്നും നിലനിൽക്കും. നമ്മുടെ സൂര്യനും ചന്ദ്രനും ഒക്കെ പോലെ, ഭൂമിയൊക്കെ പോലെ യഥാർത്ഥ സൗന്ദര്യമുള്ളത് എന്നെന്നും നിലനിൽക്കും. നമ്മുടേത് യഥാർത്ഥ സൗന്ദര്യമൊന്നുമല്ല, അതുകൊണ്ടാണ് നമുക്ക് നിലനിൽപ്പില്ലാത്തത്. ബ്യൂട്ടി ഈസ് ട്രൂത്ത് മീൻസ് റിയലി ബ്യൂട്ടിഫുൾ തിങ്സ് വിൽ റിമെയിൻ ഫോർ എവർ ഓർ ലാസ്റ്റ് ഫോർ എവർ. ആൻഡ് ട്രൂത്ത് ബ്യൂട്ടി ആൻഡ് കൺവേഴ്സ്ലി വാട്ട് ലാസ്റ്റ് ഫോർ എവർ വിൽ റിയലി ബി ബ്യൂട്ടിഫുൾ. വാട്ട് ഈസ് ലാസ്റ്റിംഗ് ഫോർ എവർ വിൽ റിയലി ബി ബ്യൂട്ടിഫുൾ. എന്നെന്നും നിലനിൽക്കുന്നതിന് യഥാർത്ഥ സൗന്ദര്യം കാണും. യഥാർത്ഥ സൗന്ദര്യമുള്ള എന്നെന്നും നിലനിൽക്കും. എന്നെന്നും നിലനിൽക്കുന്നതിന് അല്ലെങ്കിൽ ശാശ്വത ഭാവമുള്ളതിന് യഥാർത്ഥ സൗന്ദര്യവും കാണും. ട്രൂത്ത് ബ്യൂട്ടി. നമ്മുടെ ദൂരദർശൻ്റെ മോട്ടോ പോലെ സത്യം ശിവം സുന്ദരം. സത്യം ശിവമാണ്, മംഗളദായകമാണ്, സുന്ദരവുമാണ് എന്ന് പറയുന്ന പോലെ. ദാറ്റ് ഈസ് ഓൾ യീ നോ ഓൺ ദി എർത്ത്. ഇവിടുത്തെ അഭിസംബോധന ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതുപോലെ ആണിനെയല്ല, നമ്മൾ മാനവരാശിയോട് നമ്മളോടാണ് പറയുന്നത്. അതിനുവേണ്ടി വൈ എന്ന് പറയുന്ന പ്ലൂറലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾ യീ നോ ഓൺ എർത്ത്. ദാറ്റ് ഈസ് ഓൾ യീ നോ ഓൺ എർത്ത്. ഈ ഭൂമിയിൽ നിങ്ങൾ അറിയേണ്ട സത്യം അതാണ്, ഏറ്റവും വലിയ നോളജ് അതാണ്. ആൻഡ് ഓൾ യീ നീഡ് ടു നോ. ദിസ് ഈസ് ദി ക്വിൻറ്റെസൻസ് ഓഫ് ഓൾ നോളജ്. എല്ലാ വിജ്ഞാനത്തിൻ്റെയും സത്യതാണ്. ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി. ദാറ്റ് ഈസ് ഓൾ യീ നീഡ് ടു നോ. ദാറ്റ് ഈസ് എവറിത്തിങ് ദാറ്റ് യു ഷുഡ് നോ, ബിക്കോസ് ഇറ്റ് ഈസ് ദി ക്വിൻറ്റെസൻസ് ഓഫ് നോളജ്. നോളജിൻ്റെ ക്വിൻറ്റെസൻസ് ആണിത്, സത്താണിത്. അത് മാത്രം അറിഞ്ഞാൽ മതി. എന്നെന്നും നിലനിൽക്കുന്നതിന് യഥാർത്ഥ സൗന്ദര്യം ഉണ്ടായിരിക്കും. യഥാർത്ഥ സൗന്ദര്യമുള്ളതിന് എന്നെന്നും നിലനിൽപ്പുണ്ടായിരിക്കും. സത്യം ശിവം സുന്ദരം. Thus ends the poem Ode on a Grecian Urn.